നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയാണ് ഉള്ളത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സാണ്. ഇന്നലെയും അവർ 1500 കോടി രൂപയ്ക്ക് മുകളിൽ സെൽ നടത്തി. മിനിഞ്ഞാന്ന് അവർ 1800, അതിന് മുകളിൽ മുമ്പുള്ള ദിവസം 800 കോടി രൂപ. അപ്പോൾ 3 ദിവസം കൺസിസ്റ്റൻ്റായിട്ട് അവർ FIS ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് മോഡാണ് ഉള്ളത്. ഈ 3 ദിവസം DIC ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിയെങ്കിൽ കൂടിയും ആ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് 25,500 റെസിസ്റ്റൻസ് സോൺ, കൂടാതെ തന്നെ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് ഡീലിൻ്റെ ഔട്ട്കം വരാൻ ഇരിക്കുന്നുണ്ട്. ഇതിനിടെ ട്രംപും ജെറോം പൗലും തമ്മിലുള്ള അസ്വാസ്ഥ്യം അത് മൂർച്ഛിക്കുന്നുണ്ട്. കൂടാതെ FISൻ്റെ സെല്ലിങ്, എസ്പെഷ്യലി FISൻ്റെ സെല്ലിങ് ഫിനാൻഷ്യൽ കമ്പനീസിലാണ് കൂടുതലുള്ളത്. ഇന്നലെയും HDFC ബാങ്കും ICICIയും ആക്സിസും കൂടാതെ ബജാജ് ഫിനാൻസും ഫിൻസർവ് പോലെയുള്ള കമ്പനീസാണ് ഇന്നലെയും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ഇന്നലെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് സ്റ്റീൽ സെക്ടറാണ്. ടാറ്റാ സ്റ്റീലും JSW സ്റ്റീൽ പോലെയുള്ള കമ്പനീസ് ഇന്നലെ ഫർദർ വലിയൊരു ഇടിവ് ഉണ്ടാവാതെ മാർക്കറ്റിനെ കാത്തു. എന്നാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റെല്ലാം തന്നെ ട്രേഡ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈയിലാണ്. നാസ്ഡാക്കെല്ലാം തന്നെ 20,400 എന്ന റേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്കിൽ 20,400 ഓൾ ടൈം ഹൈ. ഡോ ഫ്ലാറ്റ്, FTSE, CAC 40 ഡാക്സ്, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതിന് പ്ലസ്സിലാണ്. ജപ്പാൻ, കൊറിയ, ചൈന എല്ലാം തന്നെ പോസിറ്റീവാണ്. ഓസ്ട്രേലിയ മാത്രം 36 പോയിൻ്റ് ഇടിവ്. ഗോൾഡ് ഇന്ന് $14 ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി. $3,100 ശക്തമായൊരു റാലിയിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ യുദ്ധം നടക്കുന്ന ഇസ്രായേൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ. ഈ ട്രേഡ് ഡീൽ നടത്തപ്പെടുന്ന മദർ കൺട്രി ആയിട്ടുള്ള US ഓൾ ടൈം ഹൈയിലാണുള്ളത്. എന്നാൽ അതിൻ്റെ മറ്റ് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ഏഷ്യയിലും അല്ലെങ്കിൽ യൂറോപ്പിലും എല്ലാം തന്നെ ഒരു മന്ദ അവസ്ഥയുണ്ടായിരുന്നു. നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടിരുന്ന ഒരു കൺസോൾട്ടേഷൻ, അതിനുശേഷം ബ്രേക്ക് ഡൗൺ താഴേക്കായിരുന്നു നടന്നത്. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആദ്യമായിട്ടുള്ളത് നെസ്ലെയാണ്. നെസ്ലെ അവരുടെ പുതിയ മാഗി മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി ഗുജറാത്തിൽ ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ്. ഒറോബിൻ്റെ ഫാർമ ഇവരുടെ പുതിയ മെഡിസിൻ്റെ അപ്രൂവൽ യൂറോപ്പിൽ നിന്ന് ലഭിച്ചു. വോൾട്ടാസ് കമ്പനി ഇവർക്ക് ഒരു 266 കോടി രൂപയുടെ ഒരു GST ഷോക്കേഴ്സ് നോട്ടീസ് ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. കൊറോമണ്ഡൽ ഇൻ്റർനാഷണൽ കമ്പനി NSCL ഇൻഡസ്ട്രീസിനെ അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തീരുമാനം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് കൊടുത്തു. PVR ഇനോക്സ് കമ്പനി രാജ്യത്തിൽ ഉടനീളം 200ഓളം പുതിയ സ്ക്രീൻസ് അടുത്ത 2 വർഷത്തിനുള്ളിൽ 400 കോടി രൂപ മുടക്കി കമ്പനി വികസിപ്പിക്കുമെന്ന് കമ്പനി അറിയിച്ചു. PVR ഇനോക്സ് കമ്പനി. യെസ് ബാങ്ക് കമ്പനി ഇവരുടെ ചീഫ് സ്ട്രാറ്റജി ഓഫീസർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. എസ്കോട്ട് കുബൂത്ത കമ്പനി ട്രാക്ടർ നിർമ്മാതാക്കളാണ് അവർ. അപ്പോൾ അവരുടെ പുതിയ ഈ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന പുതിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് പ്രൊഡക്റ്റ് അവർ കമ്പനി ലോഞ്ച് ചെയ്തു എന്ന് കമ്പനി അറിയിച്ചു. സേറ സാനിറ്ററി വെയർ പുതിയ ബാത്ത് വെയർ സാനിറ്ററി പ്രൊഡക്റ്റുകൾ കമ്പനി ലോഞ്ച് ചെയ്തു എന്ന് കമ്പനി അറിയിച്ചു. CSB ബാങ്ക് ഇവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 20% ഉയർന്നതായിട്ട് കമ്പനി അറിയിച്ചു. ഇനി ടെക്സ്റ്റൈൽ മേഖലയിലുള്ളൊരു കാര്യമുള്ളത്, ട്രംപ് ഇന്നലെ വിയറ്റ്നാമായിട്ട് ഒരുപാട് ട്രേഡ് ഡീലിൽ ധാരണയായി. 0 താരിഫാണ് വിയറ്റ്നാമായിട്ട് ധാരണയായിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ന് വളരെ ഫോക്കസ് ആകും. ഗോകുൽദാസ് എക്സ്പോർട്ട്, KPR മിൽസ് തുടങ്ങിയ കമ്പനീസാണ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ട് ഈ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് US നടത്തുന്നത്. എന്നാൽ അതേ US വിയറ്റ്നാമായിട്ട് 0 താരിഫ് നടത്തി എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ടെക്സ്റ്റൈൽ കമ്പനീസിന് ഒരു ക്ഷീണമായിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത ഇന്നുള്ളത്. കൂടാതെ തന്നെ അവന്യൂ സൂപ്പർ മാർക്കറ്റ് കമ്പനി ഇവരുടെ റവന്യൂ 16% ഒരു വർധനവും ടോട്ടൽ സ്റ്റോർസിൻ്റെ എണ്ണം 424 ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് Q1 റിസൾട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്, അതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വാർത്തകൾ അറിഞ്ഞ് ട്രേഡ് ചെയ്യട്ടെ. താങ്ക് യു ഓൾ.